ഇത് ഇവരിപ്പോൾ ഇവർ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന നരേഷനാണ്. ചരിത്രത്തിലേക്ക് അല്പം പിറകോട്ട് പോയാൽ ഇപ്പോൾ ഒടുവിൽ വന്നിട്ടുള്ള ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ സമയത്ത് 72 സീറ്റേ UDFിനുള്ളൂ, 20 സീറ്റ് മുസ്ലിം ലീഗിനുണ്ട്. നിങ്ങൾ നോക്കുക, മുസ്ലിം ലീഗ് വിചാരിച്ചാൽ പലതും നടത്താമായിരുന്നു. സമ്മർദ്ദം ആ രീതിയിൽ പ്രയോഗിക്കുകയാണെങ്കിൽ ഒരു കാലത്തും ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സത്യസന്ധമായ രാഷ്ട്രീയ നിരീക്ഷകന്മാർ ഇവരെ പോലെ ഊഹത്തിൻ്റെ സാങ്കല്പിക കഥകളുടെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ആളുകളെ കുറ്റപ്പെടുത്തുന്ന ടീമല്ല. സത്യസന്ധമായി കേരള രാഷ്ട്രീയം വിലയിരുത്തുന്ന നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്, മുസ്ലിം ലീഗ് ഒരു കാലത്തും ഏതെങ്കിലും ആളുകളെ ഭീഷണിപ്പെടുത്തി സമ്മർദ്ദത്തിൻ്റെ ഫലമായി എന്തെങ്കിലും നേടിയെടുത്ത ചരിത്രമുണ്ടോ? നിങ്ങൾ ഒരു ഉദാഹരണം പറയും. ന്യായമായ ഒരു സംഗതിക്ക് പിന്നാലെയും മുസ്ലിം ലീഗ് ഒരാളെയും 5ാം മന്ത്രിയല്ല 6ാം മന്ത്രി ലഭിച്ചാലും അത് മുസ്ലിം ലീഗിന്റെ അവകാശമാണ്. നിങ്ങൾ മനസ്സിലാക്കുക, 5ാം മന്ത്രി ആരുടെയെങ്കിലും ഔദാര്യമാണോ? ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അവകാശം അല്ല നിങ്ങൾ കേൾക്കി നിങ്ങൾ നോക്കി, അത് ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു മുന്നണിയിൽ പരസ്പര സൗഹൃദത്തോടെ സമ്മതത്തോടു കൂടി ഏതെങ്കിലുമൊക്കെ ധാരണകൾ ഉണ്ടാക്കുന്നത് നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യണ്ട. 72 സീറ്റുള്ളപ്പോൾ മുസ്ലിം ലീഗിനെ കടുത്ത സമ്മർദ്ദം പ്രയോഗിക്കാൻ മുസ്ലിം ലീഗിന്റെ സഹായമില്ലാതെ തന്നെ കോൺഗ്രസിനെ ഭരിക്കാൻ പറ്റും. പക്ഷെ മറ്റൊരു കാര്യം സംഭവിച്ചിരിക്കുകയാണ്, ആ ലീഗിന്റെ പിന്തുണ ഞാൻ നിങ്ങളെ ഒരു മിനിറ്റ് മനുഷ്യ 2 തോണിൽ ഒരേ സമയം കാലിടരുത്. ഇവരോട് പറയാണ്, ഒന്ന് നിങ്ങൾ പറയുന്നു മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദത്തിലാണ് ഈ VD സതീശനെ മുഖ്യമന്ത്രിയാക്കിയത്, അതേ നാവ് കൊണ്ട് തന്നെ നിങ്ങൾ പറയുന്നു മുസ്ലിം ലീഗ് ഇല്ലാതെ ഇവർക്ക് ഭരിക്കാൻ കഴിയുന്നു. നിങ്ങൾ തന്നെ ഒന്ന് തീരുമാനത്തിലെത്ത്. ഞങ്ങൾ ആദ്യമേ പറയാം, അല്ല നിങ്ങൾ ഒന്ന് ഞാൻ പറയട്ടെ, ഒന്ന് കേൾക്ക്, സമയത്ത് ഒന്ന് മുഴുവനാക്കാൻ സമ്മതിക്കും പ്ലീസ്. മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ജനഹിതമാണ്, കേരളത്തിലെ ആളുകളുടെ താല്പര്യമാണ്. അത് ഞങ്ങൾക്ക് പോലും ആ അഭിപ്രായമുണ്ട് എന്ന് പ്രിയപ്പെട്ട ശ്രീജിത്ത് നേരത്തെ പറഞ്ഞില്ലേ, ആ അഭിപ്രായമാണ് ലീഗ് മുന്നോട്ട് വെച്ചത്. ആ അഭിപ്രായം ശരിയാണെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കണ്ടെത്തി. അല്ലാണ്ട് മുസ്ലിം ലീഗിന് പ്രത്യേകിച്ച് വല്ല താല്പര്യം ഉണ്ടായിട്ടാണോ? നിങ്ങൾ എന്തിനാണ്? ഞങ്ങൾക്ക് KC വേണുഗോപാൽ ആവട്ടെ, VD സതീശൻ ആവട്ടെ, രമേശ് ചെന്നിത്തല, എല്ലാവരും കോൺഗ്രസിന്റെ നേതാക്കന്മാർ, എല്ലാവരും വളരെ സൗഹൃദത്തോടും വളരെ സ്നേഹത്തോടും കഴിയുന്ന ആളുകളാണ് മുസ്ലിം ലീഗ് നേതാക്കന്മാർ. പക്ഷേ ഈ സാഹചര്യത്തിൽ ഇപ്പോൾ കേരളത്തിലെ ആളുകൾ മാൻഡേറ്റ് നൽകിയിട്ടുള്ളത് UDFിനാണ്. അത് ഈ 5 വർഷക്കാലം അതിന് നേതൃത്വം നൽകിയ VD സതീശനാണ്. അദ്ദേഹത്തിന് അവസരം കൊടുക്കണമെന്ന് പറയുന്നത് അത് സമ്മർദ്ദമാണ്. ഇനി വരാൻ പോകും, നിങ്ങളോട് തീർത്ത് പറയാം, മുസ്ലിം ലീഗ് ആരുടെയെങ്കിലും അവകാശങ്ങൾ കവർന്നെടുക്കാനോ അന്യായമായി നേടിയെടുക്കാനോ ഒരിക്കലും ശ്രമിക്കുന്ന പ്രശ്നമില്ല, കഴിഞ്ഞ കാലത്തുണ്ടായിട്ടില്ല. എന്നാൽ ന്യായമായ സംഗതികൾ നിങ്ങൾ ഏതെങ്കിലും നരേഷൻ സെറ്റ് ചെയ്ത് വെച്ചാൽ അത് ചോദിക്കാതെ അത് നേടിയെടുക്കാതെ മുസ്ലിം ലീഗ് പിന്നോട്ട് പോകുന്ന പ്രശ്നം ഉണ്ടാവില്ല. അത് നിങ്ങൾ ആദ്യം തന്നെ ചില ആളുകൾ മാധ്യമ പ്രവർത്തകരുടെ പിന്തുണയോട് കൂടി ഒരു നരേഷൻ സെറ്റ് ചെയ്യാണ്. VD സതീശൻ എന്ത് ചെയ്താലും അത് മുസ്ലിം ലീഗിന് സമ്മർദ്ദമായി വ്യാഖ്യാനിക്കാൻ നിങ്ങൾ റെഡിയായി നിൽക്കുകയാണ്. മഞ്ജുഷേ, നിങ്ങൾ അല്ല ഇവര് തന്നെ പറഞ്ഞു, നേരത്തെ അദ്ദേഹം തന്നെ പറഞ്ഞു സൂക്ഷ്മമായി ഓരോന്നും. ഞാൻ പറയട്ടെ പ്ലീസ് പ്ലീസ് പ്ലീസ്. നേരത്തെ അദ്ദേഹം തന്നെ പറഞ്ഞു ഓരോന്നും സൂക്ഷ്മമായി നിരീക്ഷിക്കും. ആയിക്കോട്ടെ, സന്തോഷമാണ്. നിങ്ങളൊരു കാര്യം എഴുതി വെച്ചോ, ഈ 10 വർഷക്കാലം പിണറായി വിജയൻ കേരളത്തെ കട്ടുപൊടിച്ച് ദുർഭരണം നടത്തിയതിൻ്റെ പ്രതിഫലനമായി അവർക്ക് നൽകിയിട്ടുള്ള ഷോക്ക് ട്രീറ്റ്മെൻ്റ് ആണ് തളിപ്പറമ്പും പയ്യന്നൂരും അമ്പലപ്പുഴയും ഉൾപ്പെടെയുള്ള സീറ്റുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കോൺഗ്രസിനും മുസ്ലിം ലീഗിനും അല്ല, അതിൻ്റെ ആളുകൾ മാത്രം വോട്ട് ചെയ്തിട്ട് കിട്ടിയതല്ല 102 വോട്ട്. ഇവരെല്ലാവരും ഒരു നല്ല ഭരണം ആഗ്രഹിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ കേരളത്തെ നല്ല രീതിയിൽ കാലത്തിനനുസരിച്ച് നമ്മുടെ പുതിയ തലമുറക്കൊക്കെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു നാടായി, ഒരു വികസന മേഖലയായി നമുക്ക് ഈ കേരളത്തെ മാറ്റിയെടുക്കണം. ആ മാറ്റിയെടുക്കുമ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം. ഇന്ന് ശ്രീ VD സതീശൻ പറഞ്ഞതും നമ്മളെല്ലാവരെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്, പ്രതിപക്ഷത്തിന്റെ പിന്തുണ പോലും നമുക്ക് വേണം. എന്നാലേ കേരളത്തെ നമുക്ക് ഇപ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ. പിണറായി വിജയനാണ്. പക്ഷേ കോൺഗ്രസിനുള്ളിൽ മറ്റൊരു പ്രതിപക്ഷ നേതാവുണ്ടോ, പ്രതിപക്ഷ നേതാക്കൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യമാണ്. കാരണം MLA-മാരുടെ പിന്തുണയില്ലാത്ത ഒരാളാണ് മുഖ്യമന്ത്രിയായി. കഴിഞ്ഞു പോയി കോൺഗ്രസിലെ. ഷാക്കിർ ഒരു കാര്യം പറഞ്ഞോട്ടെ,
ആ, വി ഡി ശ്രീ- സതീശനെ ഇപ്പോൾ കുറിച്ച് മുഴുവൻ MLA-മാരെ ശ്രീ നിങ്ങൾ വി ഡി കൊടുത്തില്ലേ? സതീശനെ പക്ഷേ കുറിച്ച് അല്ല ഷാക്കർ ഇപ്പോൾ ഒരു കാര്യം ഇപ്പോൾ പറയും. ഇത്രയും MLA-മാരുടെ പറഞ്ഞപ്പോൾ യോഗം കേട്ടല്ലോ. ഭാഗമായിട്ട് നിങ്ങൾ കൊടുക്കുന്ന പറഞ്ഞു, പ്രമേയം 63 MLA-മാർ അവതരിപ്പിക്കുന്നു. പങ്കെടുത്തു. സണ്ണി ജോസഫ് ഒരു ഒരു പ്രമേയം മിനിറ്റ്, ഒരു അവതരിപ്പിക്കുന്നു, സെക്കൻഡ്. അതിനെ MLA-മാർ പിന്തുണയ്ക്കുന്നു. അത് മാത്രമേ ഉള്ളൂ. പക്ഷേ അവരുടെ മനസ്സിലെ പിന്തുണ നേരത്തെ തന്നെ അവർ നിരീക്ഷകരെ അറിയിച്ചിട്ടുണ്ട്. അതാണ് പ്രോസസ്. ഷാക്കർ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഷാക്കർ ഒരു കാര്യം വ്യക്തമായ പറഞ്ഞോട്ടെ. പ്രോസസ്സാണ്. ഈ ചർച്ചയിൽ പറഞ്ഞിരിക്കുന്നതിനപ്പുറത്തേക്ക് ഷാക്കർ ഇതൊന്ന് കേൾക്കൂ. ഈ ചർച്ചയിൽ പറഞ്ഞിരിക്കുന്ന ഒരു സെക്കൻഡ് ഷാക്കർ ഇതൊന്ന് കേൾക്കൂ. അംഗീകരിച്ചിട്ടില്ലേ? ഷാക്കർ ഇതൊന്ന് കേൾക്കൂ. ഈ ചർച്ചയിൽ പറഞ്ഞിരിക്കുന്നതെന്നല്ല ഒരുപക്ഷെ ശ്രീ ഷാക്കർ ഇതുവരെ നമ്മൾ എന്തെങ്കിലും അഭിപ്രായം പറയുന്ന സമയത്ത് അത് വി ഡി സതീശനെ ആക്രമിക്കുന്നു, മറ്റേയാളെ ആക്രമിക്കുന്നു, കോൺഗ്രസിനെ ആക്രമിക്കുന്നു എന്നൊക്കെ ഷാക്കർ പറയുകയും തെറ്റായിട്ടുള്ള പല പാരലൽസ് കൊണ്ടുവരികയും ചെയ്തു. പക്ഷെ സത്യത്തിൽ ഞാൻ ഉൾപ്പെടെയുള്ള ചാനൽ ചർച്ചകളിൽ വരുന്ന ആൾക്കാരോട് വിളിച്ച് വി ഡി സതീശന്റെ കുറ്റങ്ങൾ പറയുന്നതും അദ്ദേഹത്തിനെ അബ്യൂസ് ചെയ്യുന്നതും മറ്റൊരു ക്യാമ്പിന് അനുകൂലമായിട്ട് സംസാരിക്കണമെന്ന് പറയുന്നതും നിയുക്ത MLA-മാരാണ് സാർ. കോൺഗ്രസിന്റെ നിയുക്ത MLA-മാരും കോൺഗ്രസിന്റെ വക്താക്കളുമായിട്ടുള്ള ആൾക്കാരാണ്. പേഴ്സണൽ കോൺവെർസേഷൻ ആയതുകൊണ്ട് പേര് പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ശ്രീ ഷാക്കർ പറഞ്ഞല്ലോ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നേരിട്ട് കാണാമെന്ന്. ആ സമയത്ത് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, പടപ്പാളയത്തിലാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള എല്ലാ അപവാദങ്ങളും ഉണ്ടാക്കുന്നതും ഇത്തരത്തിലുള്ള എല്ലാ നറേറ്റീവുകളും സൃഷ്ടിക്കുന്നതും ഇതിൽ മറ്റൊരു പക്ഷത്തിന്റെ ഭാഗമായിരിക്കുന്ന ആൾക്കാരാണ്. അവരെന്നെ മാത്രമല്ല വിളിക്കുന്നത്, നിരവധി ആൾക്കാരെ. കഴിഞ്ഞ ദിവസം ഞാൻ മറ്റൊരു ചാനലിലെ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ ഗവർണറെ കണ്ടതിന് ശേഷം, ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരിക്കുവാനുള്ള അവകാശവാദം ഉന്നയിച്ചതിന് ശേഷം നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ലോക് ഭവനിൽ നിന്ന് മടങ്ങുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സർക്കാർ രൂപീകരിക്കുവാൻ ഗവർണറോട് അഭ്യർത്ഥിച്ചു. ഇനി സത്യപ്രതിജ്ഞയ്ക്കുള്ള നടപടിക്രമങ്ങളിലേക്ക് പോവുകയാണ്. തിങ്കളാഴ്ചയാണ് സത്യപ്രതിജ്ഞ നടക്കാൻ പോകുന്നത്. 21-ാം തീയതി നിയമസഭാ സമ്മേളനം വിളിക്കും. അന്നാണ് MLA-മാരുടെ സത്യപ്രതിജ്ഞ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.